കുറേ നാൾ കൂടിയിട്ടാണ് വീണ്ടും നമ്മളൊരു ട്രിപ്പിന് തയ്യാറെടുക്കുന്നത്. ഇപ്രാവശ്യം നമ്മൾ പോകുമ്പോൾ നമ്മുടെ ക്രാംബോൺസ് കേട്ടിട്ടല്ല മഞ്ഞിൽ യൂസ് ചെയ്യുന്ന സാധനങ്ങളൊക്കെ നമ്മൾ ഇവിടുന്ന് തന്നെ കൊണ്ടുപോകുന്നുണ്ട്. പാക്ക് ചെയ്ത് വന്നപ്പോഴേ ഇത്രയുണ്ട് ബാഗ്. ഞാൻ ഡെറാഡൂണിലാണുള്ളത്. ഡെറാഡൂണിൽ നിന്ന് നേരെ നമ്മൾ ഡൽഹിക്ക് ഒരു ബസ് ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു. സ്ലീപ്പർ ബസ്സാണ്. അത് നമുക്ക് ഉറങ്ങി പോവാം. ഇങ്ങനെ അടച്ചിടാനുള്ള സൗകര്യമൊക്കെ ഉണ്ട്. പിന്നെ ഒരു ഉറങ്ങാൻ വേണ്ടി ഒരു ബ്ലാങ്കറ്റും ഉണ്ടായിരുന്നു. ഡൽഹിയിലെത്തി നേരെ പോയത് എയർപോർട്ടിലേക്കാണ്. അപ്പോൾ നമ്മളിപ്രാവശ്യം പോകുന്ന കാഠ്മണ്ഡുവിലേക്കാണ്, നേപ്പാൾ. നമ്മൾ ഭൂട്ടാൻ എയറിൻ്റെ കാഠ്മണ്ഡു പാറോയിലേക്ക് പോകുന്നൊരു ഫ്ലൈറ്റിനാട്ടോ പോകുന്നത്. അധികം ആൾക്കാരൊന്നും ഇല്ലായിരുന്നു. അപ്പോൾ നമ്മൾ ചെക്കിനൊക്കെ കഴിഞ്ഞ് എയർപോർട്ടിൽ കയറി. രാവിലെ 6:30-ക്കായിരുന്നു ഫ്ലൈറ്റ്. അതുകൊണ്ട് തന്നെ നമുക്ക് പുറത്തോട്ടുള്ള വിഷ്വലൊക്കെ അടിപൊളിയായിരിക്കും. സൺറൈസിൻ്റെ ടൈമിൽ ഫ്ലൈ ചെയ്യുന്നത് എനിക്ക് ഭയങ്കര ഇഷ്ടമുള്ളൊരു കാര്യമാണ്. നല്ല ലൈറ്റിങ്ങും നല്ല കാര്യങ്ങളെല്ലാം ആണ്. അപ്പോൾ ഒരു 1.5 മണിക്കൂർ ഫ്ലൈറ്റേ ഉള്ളൂ നമുക്ക് കാഠ്മണ്ഡുവിലേക്ക്. അതുപോലെ ഫുഡ്, ഞാൻ നോൺ വെജ് ഫുഡ് ഭൂട്ടാൻ എയറിൻ്റെ എങ്ങനെ ഉണ്ടെന്നൊന്നും അറിയില്ലായിരുന്നു. എന്തായാലും നല്ല അടിപൊളി ഫുഡ്, ബ്രേക്ക്ഫാസ്റ്റ് കാര്യങ്ങളെല്ലാം ആയിരുന്നു. ഫ്ലൈറ്റിൽ നിന്ന് ഹിമാലയൻ റേഞ്ചിൻ്റെ നല്ലൊരു വ്യൂ കാര്യങ്ങളെല്ലാം നമുക്ക് കിട്ടിയായിരുന്നു. 1.5 മണിക്കൂർ കൊണ്ട് തന്നെ നമ്മൾ കാഠ്മണ്ഡുവിലെ ട്രിഭുവൻ ഇൻ്റർനാഷണൽ എയർപോർട്ടിലെത്തി നേരെ ഹോട്ടലിലേക്ക് പോയി. ബാക്കി ട്രക്കിങ്ങിൻ്റെ കാര്യങ്ങളും മറ്റു ഡീറ്റെയിൽസൊക്കെ അടുത്ത വീഡിയോയിൽ പറയാം കേട്ടോ.